അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒന്നാം ക്ലാസ് സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഹാഫ് ഇയർലി എക്സാമാണ് വരുന്നത്. അവർക്ക് ഉപകാരപ്പെടുത്താവുന്ന തഫ്ഹീമുൽ ഖിറാഅയുടെ 2025 ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമുക്കിവിടെ ആദ്യം എന്താണ് വരുന്നത്? യോജിച്ച പേരുകൾ പറയാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചിത്രം നോക്കിയിട്ട് അതിൻ്റെ പേരുകൾ എവിടെയാണെന്നുള്ളത് അതിലേക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ചിത്രം വരുന്നത് ബക്കറ്റാണ് അല്ലേ? ബക്കറ്റിന് എന്തായാലും നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കവിടെ ദൽവ് എന്നതിലേക്ക് അവിടെ നമുക്ക് വരച്ചു കൊടുക്കാം. ദൽവ് എന്നതിലേക്ക് വരയ്ക്കാം. ഇനി അടുത്ത ചിത്രം എന്താണ്? ഫ്രൂട്ട്സ് ആണ് അല്ലേ? ഫ്രൂട്ട്സിന് എന്തായിരുന്നു? സമർ. സമർ എന്നാണ്. അപ്പോൾ നമുക്ക് അത് സമർ എന്നത് അതിലേക്ക് മാച്ച് ചെയ്യാം. അടുത്ത ചിത്ര കാരക്കല, ഈത്തപ്പഴം. ഈത്തപ്പഴത്തിന് എന്താ നമ്മൾ പഠിച്ചത്? തമ്ര്. തമ്ര്. അപ്പൊ തമ്രിലേക്ക് വരയ്ക്കാം. അടുത്ത ചിത്രം സണ്ണ്, സൂര്യൻ അല്ലേ? സൂര്യന്റെ അറബിയിൽ എന്താ നമ്മൾ പഠിച്ചത്? ഷംസ്. ഷംസ്. അപ്പൊ അതിലേക്ക് വരയ്ക്കാം. അടുത്തത് എന്താണ്? ടെന്റ് അല്ലേ? ടെന്റിന് എന്തായിരുന്നു? ഹിബാ. ഹിബാ. അതിലേക്കും വരയ്ക്കാം. ഇനി നമുക്കവിടെ താഴെയുള്ള അക്ഷരങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കണം ഉസ്താദിന്. ഇവിടെ വന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഹംസ, സാ, ഹ, സാല്, സായി, സ്വാദ്. ഇത്രയും അക്ഷരങ്ങളാണ് അവിടെ വന്നത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ അല്ലല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പൊ ഇതൊരു മോഡലാണ്, ഇങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമുക്ക് പാഠഭാഗം ഒന്നാമത്തെ പാഠം മുതൽ നമ്മളെ ഫസ്റ്റ് പാർട്ട് അവസാനം വരെ സ്വാദ് വരെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ സ്വാദ് വരെ പഠിക്കുന്നതിൽ ഓരോ അക്ഷരത്തിനും ഓരോ ചിത്രത്തിന്റെ പേര് പഠിക്കുന്നുണ്ട്. അത് നന്നായി മനസ്സിലാക്കണം. അപ്പൊ ആ സ്വാദിന് ഹർക്കത്തുകൾ മാറുമ്പോൾ ഉച്ചാരണം അത് പഠിക്കണം. പിന്നെ അക്ഷരങ്ങൾ ഹർക്കത്തുകളൊന്നും ഇല്ലാതെ അലിഫ്, ബാ, താ, സാ അങ്ങനെ പറയാനും പഠിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ താഴെ വന്ന പോലെ അക്ഷരങ്ങൾ മാറി വന്നാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ മുകളിൽ വന്ന പോലെ ചിത്രങ്ങളും അതിന്റെ പേരും വന്നാൽ നമുക്കത് തൊട്ട് കാണിച്ചു കൊടുക്കാനും യോജിച്ചവ ചേർത്ത് കൊടുക്കാനൊക്കെ വന്നാലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്തതാ സ്വാദിന് മുകളിൽ വട്ടം വരച്ചു കൊടുക്കാനാണ്. അവിടെ ഫസ്റ്റ് ഉദാഹരണം ബസ്വലുൻ. ബസ്വലുൻ എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതിലെ സ്വാദിന് നമ്മൾ വട്ടം വരച്ചു കൊടുത്തിട്ടുണ്ട്. നടുവിലാണ് അല്ലെ സ്വാദ്, സോ എന്ന് വന്നത്. അപ്പൊ അതിന് അവിടെ നടുവിൽ വട്ടം വരച്ചെടുത്ത പോലെ ബാക്കിയുള്ളതിനും സ്വാദ് എവിടെയാണോ വന്നത്, ഹർക്കത്തുകളൊക്കെ മാറിക്കോട്ടെ, ഹർക്കത്തൊന്നും വേണ്ട, നമുക്ക് സ്വാദായാൽ മതി, അവിടെ വട്ടം വരച്ചെടുക്കാം. അടുത്തത് ഹസ്വല. അപ്പൊ രണ്ടാമത്തതാണ് സ്വാദ്, അവിടെ വട്ടം വരയ്ക്കാം. പിന്നെ ബറസുൻ. ബറസുൻ അപ്പൊ അവസാനത്തിലാണ്, അതിന് വട്ടം വരച്ചെടുക്കാം. പിന്നെ റഹ്സുൻ അവിടെ അവസാനത്തിലല്ലേ? അപ്പൊ അവിടെയും വട്ടം വരയ്ക്കാം. പിന്നെ സദറുൻ അപ്പൊ ഫസ്റ്റ് ആണ് വന്നത്. അപ്പൊ ഓരോന്നും നമുക്ക് അവിടെ വട്ടം വരച്ചു കൊടുക്കാൻ കഴിയണം. ഇനി എന്താണ്? ഇനി 3 പുള്ളിട്ട പ, ഫതഹിട്ട പാക്ക്. പാക്ക് മുകളിലാണ് വട്ടം വരയ്ക്കേണ്ടത്. അപ്പൊ അവിടെ ഫസ്റ്റ് തന്നെ എന്താണ്? പറഞ്ഞു. പറഞ്ഞു എന്നതിലാണ് ഫസ്റ്റ് പ വന്നത്. അപ്പൊ അവിടെ നമുക്ക് വട്ടം വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ അടുത്തത് എന്താണ്? അടുത്തത് പേടി. പേ. അപ്പൊ അവിടെ ഫസ്റ്റ് തന്നെ അല്ലെ 3 പുള്ളി വന്നിട്ടുണ്ട്. അപ്പൊ അതിന് വരയ്ക്കാം. ഇനി അടുത്തത് അപ്പം. അപ്പൊ രണ്ടാമത്തെ അക്ഷരാണ് അല്ലെ? അപ്പൊ രണ്ടാമത്തേന് വട്ടം വരയ്ക്കാം. പിന്നെ വരുന്നത് 10. അപ്പൊ അവിടെ ഫസ്റ്റ്. പിന്നെ രൂപ. രൂപ അപ്പൊ അവിടെ അവസാനം. പിന്നെ പോയി അപ്പൊ അവിടെ ഫസ്റ്റ് വന്നു. ഇങ്ങനെ അറബി മലയാളത്തിലെ ഓരോ അക്ഷരങ്ങൾ വന്നാലും നമുക്ക് ഇതുപോലെ വട്ടം വരച്ചു കൊടുക്കാനും ചതുരം വരയ്ക്കാനൊക്കെയാണ് വരാറ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കാൻ കഴിയാത്ത അക്ഷരമാണ് അയിന്. അയിന് ചേർന്ന് വരുമ്പോഴും അതുപോലെ സ്വാദിന്റെ പോലെ തന്നെ ലോദ് വരും, പുള്ളിയുള്ള അല്ലേ? അതൊക്കെ വന്നാലും അതേപോലെ സീന് പുള്ളിയുള്ളതും ഷീനും അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്ക് ഓർമ്മയില്ലാതെ മാറിപ്പോയി വട്ടം വരയ്ക്കലും ചതുരം വരയ്ക്കലും ഒന്നും വരരുത് കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കണം. ഇനി നോക്കി വായിച്ചു കൊടുക്കാനാണ്. ആദ്യം ഓരോ അക്ഷരങ്ങൾ വീതവും, പിന്നെ 2 അക്ഷരങ്ങൾ കൂടി വന്നിട്ടും, പിന്നെന്താണ് തൻവീലൊമ്മ വന്നതും മദ്ദക്ഷരം വന്നതും, പിന്നെ ഷദ് വന്നതും, പിന്നെ അറബി മലയാളവുമാണ്.
അങ്ങനെ ഓരോ കള്ളിയിലും ഓരോ രീതിയിലാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വന്നത് സ, ഹി, ലു, ലോ, ഹുൻ. ഹർക്കത്തുകൾ മാറുന്ന ഉച്ചാരണമൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഞ, തജ്, ജുസ്, ദിസ്, റൽ, ഹിസ്. അവിടെ അക്ഷരങ്ങൾ സുക്കൂനോട് കൂടി വരുന്ന ഉച്ചാരണങ്ങൾ മനസ്സിലാക്കിയിട്ട്. ഇനിയാ ജറസുൻ, ജറസുൻ തൻവീലൊന്ന്, സൊദുറുൻ, സാബിത്തുൻ. മദ്ദക്ഷരം വന്നിട്ടുണ്ട് അല്ലേ? സാബിത്തുൻ. അടുത്തതാ ജുഹൂദുൻ, ഹഷീറുൻ. മദ്ദക്ഷരങ്ങൾ വന്നത് കേട്ടോ. ഇനിയാ ശബ്ദ വരുന്നു. അഹറ, അഹറ, ബഹസ, ശുദ്ധിത, തസുറു, ബുഷിറ, ബുഷിറ, ബുഷിറ. ഇനി അറബി മലയാളം. അടഞ്ഞു, അടഞ്ഞു, അടഞ്ഞു. പഴുത്തു, പഴുത്തു. അരച്ചു, അരച്ചു, അരച്ചു. തോട്, തോട്, തോട്. പെട്ടി, പെട്ടി, പെട്ടി. ഇത്രയാണ് നമുക്കത് നോക്കി വായിച്ചു കൊടുക്കാനുള്ളത്. അപ്പം നമ്മൾ എല്ലാ അക്ഷരങ്ങളും ഹർക്കത്തുകളും മാറി വരുന്നതും ശബ്ദ് മദ് ഒക്കെ വരുന്നതും നമ്മൾ പാഠഭാഗത്തിൽ ഇസ്ലാംകാര് ഈമാങ്കാര് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുകൾ പഠിക്കുന്നതിൽ അറബി മലയാള അക്ഷരങ്ങളോട് കൂടിയിട്ടാണ് അത് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് അറബി മലയാള അക്ഷരങ്ങൾ മനസ്സിലാക്കണം. അതിൽ ചെറിയ വേർഡ്സുകളൊക്കെ ആയിട്ട് ബാക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്കിതൊക്കെ വായിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസും ഉപകാരപ്പെടുത്തണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.